Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പയ്യന്നൂരിന് സമീപം എടാട്ട് ദേശീയപാതയിൽ സ്വർണ്ണ വ്യാപാരിയും കുടുംബവും സഞ്ചരിച്ച കാർ തടഞ്ഞ് 25 ഗ്രാം സ്വർണം കവരുകയും പിലാത്തറയിലെത്തിച്ച് കാർ തകർക്കുകയും ചെയ്ത കേസിന്റെ അന്വേഷണം പയ്യന്നൂർ പോലീസിന് കൈമാറും. സംഭവം നടന്നത് പയ്യന്നൂർ സ്റ്റേഷൻ പരിധിയായ എടാട്ടായതിനാലാണ് അന്വേഷണം പയ്യന്നൂർ സ്റ്റേഷന് കൈമാറുന്നത്. ദേശീയപാതയിൽ എടാട്ട് വെച്ച് മഹാരാഷ്ട്ര സ്വദേശിയായ സ്വർണ്ണ വ്യാപാരിയെയും കുടുംബത്തെയും തടഞ്ഞു നിർത്തി കാർ തട്ടിയെടുത്ത് കവർച്ച നടത്തിയ കേസിന്റെ അന്വേഷണം പയ്യന്നൂർ പോലീസിന് കൈമാറുന്നു. ദുരൂഹ സാഹചര്യത്തിൽ കാർ കണ്ടെത്തിയത് പിലാത്തറയ്ക്ക് സമീപമായതിനാൽ പരിയാരം പോലീസാണ് ആദ്യം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ കവർച്ച നടന്നത് എടാട്ടാണെന്ന് ഇരകൾ മൊഴി നൽകിയതോടെയാണ് സ്റ്റേഷൻ മാറ്റാൻ തീരുമാനമായത്. പയ്യന്നൂർ DYSP PL ഷൈജുവിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പിലാത്തറ കോഓപ്പറേറ്റീവ് കോളേജിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് പൂർണ്ണമായും അടിച്ചു തകർത്ത കാർ കണ്ടെത്തിയത്. കാറിനുള്ളിൽ വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. കൂടാതെ കാറിനുള്ളിൽ കട്ടപിടിച്ച ചോരപ്പാടുകൾ കണ്ടെത്തിയത് വലിയ ദുരൂഹത പരത്തിയിരുന്നു. യാത്രക്കാർക്ക് പരിക്കേൽക്കാത്തതിനാൽ കാർ തകർക്കുന്നതിനിടയിൽ അക്രമി സംഘത്തിൽ ആർക്കെങ്കിലും മുറിവേറ്റതാകാമെന്നാണ് പോലീസ് നിഗമനം. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ പ്രദേശത്ത് പൊതുനിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്തത് അന്വേഷണത്തിന് പ്രതിബന്ധമാകുന്നുണ്ട്. എന്നാൽ പരമാവധി സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ പ്രയോജനപ്പെടുത്തി പ്രതികളുടെ വാഹനങ്ങൾ കണ്ടെത്താനാണ് പോലീസിന്റെ പ്രാഥമിക ശ്രമം. കവർച്ചയാണ് ലക്ഷ്യമെങ്കിലും സംഭവത്തിന് പിന്നിൽ മറ്റ് ദുരൂഹതകളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. 1.5 മാസം ഗതാഗതം നിരോധിച്ച് അറ്റകുറ്റപ്രവൃത്തി നടത്തിയ താവം റെയിൽവേ മേൽപ്പാലത്തിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് നാട്ടുകാർ. പ്രതിഷേധം വ്യാപകം. ഇത് നമ്മുടെ താവം മേൽപ്പാലമാണ്. 1.5 മാസത്തോളം അടച്ചിട്ട് ജനങ്ങളുടെ ജനജീവിതം തന്നെ ദുസ്സഹമാക്കിയിട്ട് പണിയെടുത്ത ഒരു പണിപ്രവൃത്തിയായത്. കണ്ടീഷനിൽ പണിയെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പാലം 1.5 മാസത്തോളം ജനങ്ങൾ ബുദ്ധിമുട്ടിയത്. 1.5 മാസം കഴിഞ്ഞപ്പോൾ പാളയം തുറന്നിട്ട് നോക്കുമ്പോൾ റോഡിൻ്റെ നടുക്ക് കുഴി വരാൻ തുടങ്ങി. മേലിൽ ഒരു താറിങ്ങനെ പാറ്റിയിട്ട് പോയിട്ട് ഈ റോഡിൻ്റെ ഈ പാലത്തിൻ്റെ ഓരോ സ്ലാബും അടിച്ചിട്ടാണ് വണ്ടി പോകുന്നത്. KSTP റോഡിൽ പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടത് യാത്രക്കാരിൽ ആശങ്ക ഉയർത്തുന്നു. 1.5 മാസത്തോളം റെയിൽവേ മേൽപ്പാലം അടച്ചിട്ട് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടായിരുന്നു ഇവിടെ പ്രവൃത്തി നടത്തിയത്. എന്നാൽ നേരത്തെയുണ്ടായിരുന്ന ടാറിംഗ് പൂർണ്ണമായും ഇളക്കി മാറ്റി റോഡിൽ കുഴികൾ രൂപപ്പെട്ട പ്രദേശങ്ങളിൽ മൈക്രോ കോൺക്രീറ്റ് നടത്തിയതിനു ശേഷമാണ് വീണ്ടും ടാറിംഗ് പ്രവൃത്തി നടത്തിയത്. എന്നാൽ പ്രവൃത്തി നടത്തി മാസങ്ങൾക്കകം തന്നെ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി. ടാറിംഗ് ഇളകി കോൺക്രീറ്റുകൾ ഇളകുന്ന അവസ്ഥയിലാണ്. വേനൽ മഴയിൽ തന്നെ ടാറിംഗ് ഇളകിയത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നു. ഇത് ഈ പണിയിൽ അഴിമതി ഉള്ളത് കൊണ്ടാണ്. കാരണം എന്നാൽ 18.5 കോടി ഉറുപ്പ്യ പാസ്സായിട്ട് പിലാത്തറ മുതൽ പാപ്പിശ്ശേരി വരെയാണ്. ഈ താവം മേൽപ്പാലത്തിൻ്റെ അപ്പുറം അങ്ങോട്ടേക്ക് റോഡ് ടാർ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഓരോരു കുണ്ട് ചെറുങ്ങനെ പേച്ചടക്കുന്നത് കണ്ടു. താവം മേൽപ്പാലം മുതൽ പാപ്പിശ്ശേരി വരെ ഈ തോറ് രണ്ടാമത് റീടാർ ചെയ്തില്ല. ഈ 18.5 കോടിയിൽ ആ പണി പറ്റി ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അധികൃതരോട് ചോദിക്കാനുള്ളത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ടാറിംഗ് ഇളകാൻ കാരണമെന്ന് ആക്ഷേപം ഉയരുന്നു. പ്രവൃത്തി നടത്തിയ കരാറുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുന്നു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് അറ്റകുറ്റപ്രവൃത്തിക്കായി 18 കോടി രൂപ അനുവദിച്ച് പ്രവൃത്തി ആരംഭിച്ചുവെങ്കിലും താവം മേൽപ്പാലം വരെയുള്ള പ്രവൃത്തി മാത്രമേ ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളൂ. റോഡ് പ്രവൃത്തി പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പുലിയെ കണ്ടതായി പരന്ന അഭ്യൂഹത്തെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രാഥമിക അന്വേഷണത്തിൽ കാട്ടുപൂച്ച ആണെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് പുലിയെ കണ്ടതായി പരന്ന അഭ്യൂഹത്തെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി.
ചൊവ്വാഴ്ച രാത്രി 7:30 ക്യാമ്പസിലെ ഔഷധി റോഡിൽ വെച്ച് ഒരു പെൺകുട്ടിയാണ് ആദ്യം പുലിയെന്ന് സംശയിക്കുന്ന ജീവി റോഡ് മുറിച്ചു കടക്കുന്നത് കണ്ടത്. പിന്നീട് രാത്രി 10 മണിയോടെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റൽ പരിസരത്തും സമാനമായ രീതിയിൽ ജീവിയെ കണ്ടതായി വിവരമുയർന്നു. ഇതോടെ ക്യാമ്പസിലുണ്ടായിരുന്നവരും വിദ്യാർത്ഥികളും പരിഭ്രാന്തിയിലായി. വിവരമറിഞ്ഞ ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ക്യാമ്പസിലും ഹോസ്റ്റൽ പരിസരങ്ങളിലും വിശദമായ പരിശോധന നടത്തുകയും ചെയ്തു. ഇതൊരു 100-300 ഏക്കർ ക്യാമ്പസാണ്. ഭൂരിഭാഗം പ്രദേശങ്ങളും കാട് മൂടി കിടക്കുന്നതാണ്. വലിയ മരങ്ങളുണ്ട്. ഏത് ജന്തുക്കൾക്കും താമസിക്കാൻ പറ്റാവുന്ന ഭാഗങ്ങൾ ഇതിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതുകൊണ്ട് ഒന്നും നമുക്ക് ഒറ്റയടിക്ക് പുലിയല്ലാന്നോ പുലിയാണെന്നോ പറയാൻ കഴിയില്ല. തുടർന്ന് കൃത്യമായ രാത്രികാല പരിശോധന ഉൾപ്പെടെ നടത്തണമെന്നും ഇതിനാവശ്യമുള്ള ജാഗ്രത ഉണ്ടാക്കണമെന്നും വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരത് ചെയ്യാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കണമെന്ന് വിവിധ സർക്കാർ ഏജൻസികൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പെരിയാരം മെഡിക്കൽ കോളേജും കുറേയും കൂടെ ജാഗ്രതയോടുകൂടി ഇവിടെ പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ നമുക്കിതിനെ കണ്ടെത്താൻ പറ്റൂ. ഏതായാലും ഏതൊരു ജന്തു രാത്രികാലത്ത് ഈ സ്ഥാപനത്തിനകത്തുണ്ട് എന്നത് വസ്തുതയാണ്. ബുധനാഴ്ച രാവിലെ വീണ്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും മെഡിക്കൽ കോളേജ് ജീവനക്കാരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് വനംവകുപ്പിന്റെ നിരീക്ഷണം ശക്തമായിട്ടുണ്ടെന്ന് തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PV സനോപകൃഷ്ണൻ പറഞ്ഞു. ഇന്നലെ കണ്ടു എന്ന് പറഞ്ഞ ആ ജീവനക്കാരിയെയും അതുപോലെ തന്നെ നാട്ടുകാരനെയും കണ്ട് നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പുലിയാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു 2 മാസം മുന്നേ ഇവിടെ മുടിക്കാനത്ത് വെച്ചൊരു കാട്ടുപൂച്ചയെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ കാട്ടുപൂച്ചയോട് സമാനമായ ജീവിയായിരിക്കും. പുലിയാവാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ കാൽപ്പാടൊക്കെ പരിശോധിച്ചപ്പോൾ ചെറിയ കാൽപ്പാടുകളാണ്. എന്നിരുന്നാലും ജനങ്ങൾക്ക് വേണ്ട ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോസ്റ്റൽ ജീവനക്കാരോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് രാത്രി നമ്മളൊരു ചെറിയ നൈറ്റ് പെട്രോളിംഗ് ഈ ഭാഗത്ത് നടത്തുന്നുണ്ട്. എന്തെങ്കിലും കണ്ടാൽ അറിയിക്കുവാൻ നമ്പർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് പരിഭ്രാന്തി വേണ്ട എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള നിഗമനം. അന്വേഷണത്തിൽ കാട്ടുപൂച്ചയാണെന്ന നിഗമനത്തിലാണുള്ളതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അമൃത് ഭാരത് പദ്ധതിയിലൂടെ കോടികളുടെ വികസനം നടക്കുന്ന പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് അതിന്റെ സ്വാഭാവിക ഭംഗി നഷ്ടമാകുന്നു. പുതിയ കോച്ച് റെസ്റ്റോറന്റ് സ്ഥാപിച്ചതിന്റെ പോരായ്മ കാരണം മുഖം നഷ്ടമായ സ്റ്റേഷന്റെ പ്രധാന കവാടം കണ്ടെത്താൻ യാത്രക്കാർ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. കോടികൾ ചിലവഴിച്ച് വികസനമൊക്കെ ഉണ്ടാക്കി. പക്ഷേ റെയിൽവേ സ്റ്റേഷന്റെ മുഖമൊന്ന് കാണണമെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെടണം. പറഞ്ഞു വരുന്നത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനെ കുറിച്ചാണ്. $2 കോടി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച കോടികളാണിത്. 1ാം ഘട്ട വികസനം പൂർത്തിയാകുമ്പോൾ സ്റ്റേഷന്റെ മുഖച്ഛായ മാറുമെന്നാണ് നമ്മൾ കരുതിയത്. അതെ, മുഖച്ഛായ മാറി. പക്ഷേ അത് പോസിറ്റീവായിട്ടല്ല. സ്റ്റേഷന്റെ ഒറിജിനൽ മുഖം തന്നെ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രീതിയിലാണ്. വികസനത്തിന്റെ പേരിൽ റെയിൽവേ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കോച്ച് റെസ്റ്റോറന്റ്. കേൾക്കാൻ നല്ല രസമാണ്. റെയിൽവേ കോച്ചിനുള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കാം. പക്ഷേ ഇത് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണെന്നോ? സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന് തൊട്ടു മുന്നിൽ, രാമന്തളി റോഡിലേക്ക് അഭിമുഖമായി നിൽക്കുന്ന അതേ സ്ഥലത്ത്. പോരാത്തതിന് അതിൻ്റെ വലിയൊരു അടുക്കളയും തൊട്ടുരുമി പണിയുന്നുണ്ട്. രാമന്തളി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ പോയി തിരിച്ച് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കയറി വേണം ഇനി ഈ റെസ്റ്റോറന്റ് ഉപയോഗിക്കാൻ. ഇത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ട്രാഫിക് സംവിധാനത്തെ പൂർണ്ണമായും താറുമാറാക്കും. കോടികൾ മുടക്കി വികസനം നടത്തുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. അല്ലാതെ ഉള്ള സൗകര്യങ്ങൾ കൂടി ഇല്ലാതാക്കിക്കൊണ്ടാകരുത്. റെസ്റ്റോറന്റ് പാർക്കിംഗ് കേന്ദ്രത്തിലോ മറ്റോ മാറ്റി സ്ഥാപിച്ചിരുന്നെങ്കിൽ സ്റ്റേഷന്റെ ഭംഗിയും നിലനിൽക്കുമായിരുന്നു. എല്ലാവർക്കും ഉപയോഗിക്കുകയും ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ വന്ന് സ്റ്റേഷന്റെ മുഖം നഷ്ടപ്പെടുകയും റെസ്റ്റോറന്റ് ആർക്കും ഉപകാരമില്ലാത്ത ഒന്നായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇത്രയും അധികം പണം ചിലവഴിച്ച് സൗന്ദര്യവൽക്കരണം എന്ന പേരിൽ വികസനമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം കണ്ടില്ലെങ്കിൽ എന്തു കാര്യം? ആ മുഖത്തിൻ്റെ സൗന്ദര്യമല്ലേ ഏറ്റവും പ്രധാനം. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ KSRTC ബസ്സിടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഭാഗികമായി വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു.
നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ KSRTC ബസ്സിടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. KCB ജീവനക്കാരെത്തി പുതിയ പോസ്റ്റിട്ട് വൈദ്യുതി പുനഃസ്ഥാപിച്ചു. ബുധനാഴ്ച ഉച്ചയോടെയാണ് KSRTC ബസ് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചത്. ഇതുമൂലം പ്രദേശത്തെ വൈദ്യുതി അല്പസമയം തടസ്സപ്പെട്ടു. തുടർന്ന് KCB ജീവനക്കാരെത്തി പോസ്റ്റ് മാറ്റി വൈദ്യുതി പുനഃസ്ഥാപിച്ചു. പ്രദേശത്ത് ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടിയിൽ KSRTC ബസ്സും മണൽ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. പുലർച്ചെ 4 മണിയോടെ നടന്ന അപകടത്തിൽ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. KSRTC സൂപ്പർ ഡിലക്സ് ബസ്സും മണൽ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അപകടം നടന്നത്. കൊല്ലൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർ ഡിലക്സ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. KSTP റോഡിൽ പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം വെച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ബസിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരും ജീവനക്കാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് കുറച്ചു സമയം ഗതാഗത തടസ്സം നേരിട്ടു. പിന്നീട് വാഹനങ്ങൾ മാറ്റി ഗതാഗതം സാധാരണ നിലയിലാക്കി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അടച്ചുപൂട്ടലിന്റെ നിഴലിൽ രാമന്തളി ഗവൺമെന്റ് LP സ്കൂൾ. അക്ഷരമുറ്റങ്ങളിൽ ഇരുൾ പടരുമ്പോൾ അധികൃതർ മൗനത്തിൽ. സ്വന്തമായി സ്ഥലമോ കെട്ടിടമോ ഇല്ലാത്തതാണ് സ്കൂളിന്റെ ശാപമായി മാറിയിരിക്കുന്നത്. ഞാൻ ഇപ്പോഴുള്ളത് രാമന്തളി ഗവൺമെന്റ് LP സ്കൂളിലാണ്. ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. 1 മുതൽ 4 വരെയുള്ള ഈ സ്കൂളിൽ ആകെയുള്ളത് 16 വിദ്യാർത്ഥികളാണ്. 1-ാം ക്ലാസ്സിൽ ഇപ്രാവശ്യം പ്രവേശനം നേടിയത് 2 വിദ്യാർത്ഥികൾ. അവരാകട്ടെ ബീഹാറികളും. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ ഹൈടെക് സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ ശ്വാസം മുട്ടുകയാണ് രാമന്തളി ഗവൺമെന്റ് LP സ്കൂൾ. പ്രതാപകാലത്തിന്റെ ഓർമ്മകൾ മാത്രം അവശേഷിക്കുന്ന ഈ സർക്കാർ വിദ്യാലയം ഇന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. നിലവിൽ ആകെ 16 വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ സ്കൂളിൽ അധ്യയനം നടത്തുന്നത്. പുതിയ അധ്യയന വർഷത്തിൽ 1-ാം ക്ലാസ്സിലേക്ക് എത്തിയത് വെറും 2 കുട്ടികൾ മാത്രമാണ്. അതും കേരളത്തിന് പുറത്തു നിന്നുള്ള 2 ബീഹാറി കുട്ടികൾ. ഏഴിമല നാവിക അക്കാദമിയുമായി ബന്ധപ്പെട്ട് നിരവധി അന്യസംസ്ഥാന തൊഴിലാളികളും ജീവനക്കാരും ഈ പ്രദേശത്ത് താമസിക്കുന്നതിനാൽ സ്കൂളിലെ ആകെ 16 വിദ്യാർത്ഥികളിൽ 9 പേരും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. നാട്ടുകാരായ കുട്ടികളുടെ എണ്ണം വെറും 7 ചുരുങ്ങി. നിലവിൽ 2ഉം 3ഉം ക്ലാസുകളിൽ 5 വീതവും 4-ാം ക്ലാസ്സിൽ 4 കുട്ടികളുമാണ് ഇവിടെ പഠിക്കുന്നത്. ആയിരത്തി 1956 സ്ഥാപിതമായ ഈ വിദ്യാലയം ഇന്നും ഒരു സ്വകാര്യ വ്യക്തിയുടെ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തമായി സ്ഥലമോ കെട്ടിടമോ ഇല്ലാത്തതാണ് സ്കൂളിന്റെ ശാപമായി മാറിയിരിക്കുന്നത്. സ്കൂളിന്റെ ഈ ശോചനീയാവസ്ഥ തന്നെയാണ് ഇവിടെ കുട്ടികൾ കുറയാൻ പ്രധാന കാരണമെന്ന് ഹെഡ്മാസ്റ്റർ TP മോഹനൻ പറയുന്നു. ആരംഭകാലം മുതൽ തന്നെ വാടകയ്ക്ക്, അതായത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടവും പ്രോപ്പർട്ടിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അവിടെ വാടകയ്ക്കാണ് ഗവൺമെൻറ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ഒരു ഫണ്ടും ഇപ്പോൾ കെട്ടിട നവീകരണത്തിനായാലും അതുപോലെ ടോയ്ലറ്റ്, മറ്റ് സ്മാർട്ട് ക്ലാസ് മുറികൾ, അതുപോലുള്ള ഒരു സൗകര്യങ്ങളും നമുക്ക് ഇവിടെ സ്കൂളിൽ ലഭ്യമല്ല. സ്കൂളിനകത്തായാലും നമുക്ക് സെപ്പറേറ്റ് ക്ലാസ് മുറികളോ അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് മുറിയോ അങ്ങനെയുള്ള നമ്മുടെ കുട്ടികളുടെ അവകാശത്തിനനുസരിച്ച് ലഭിക്കേണ്ടുന്ന യാതൊരു സൗകര്യങ്ങളും നമ്മളെ ഇവിടെയുള്ള കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ രാമന്തളി പ്രദേശത്തുള്ള ഭൂരിഭാഗം കുട്ടികളും മറ്റ് തൊട്ടടുത്തുള്ള കുട്ടികൾ പോലും മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് കൂടുതൽ ഭൗതിക സൗകര്യങ്ങളൊക്കെയുള്ള സർക്കാർ സ്കൂളുകളിലേക്കും അതേപോലെ സ്വകാര്യ വിദ്യാലയങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കിപ്പോൾ ഈ വർഷം വാടക കെട്ടിടമായതിനാൽ സർക്കാരിന്റെ വലിയ ആനുകൂല്യങ്ങളോ ഫണ്ടുകളോ ഇങ്ങോട്ട് എത്താറില്ല. കെട്ടിട ഉടമ സ്കൂളിന് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താനോ മറ്റു സൗകര്യങ്ങൾ ഒരുക്കാനോ തയ്യാറാകുന്നുമില്ല. കാലവർഷം കനക്കുന്നതോടെ ഈ സ്കൂളിലെ കുട്ടികളുടെ ദുരിതം ഇരട്ടിയാകും.
ജനലുകൾ തുറന്നാൽ പോലും ആവശ്യത്തിന് വെളിച്ചം കയറാത്ത പഴയ കെട്ടിടത്തിലെ ഇരുണ്ട മുറികളിലിരുന്നാണ് കുട്ടികൾ അക്ഷരം പഠിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഇത്തരം ക്ലാസ് മുറികളിലേക്ക് തങ്ങളുടെ മക്കളെ അയക്കാൻ പ്രദേശവാസികളായ രക്ഷിതാക്കൾ മടിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. അവഗണന തുടർന്നാൽ രാമന്തളിയിലെ ഈ പഴയ അക്ഷരമുറ്റം വൈകാതെ ചരിത്രത്തിന്റെ ഭാഗമായി മാറും. ശൂന്യമായ ബെഞ്ചുകളിലും ഡെസ്കുകളിലും വീണ്ടും കുട്ടികൾ നിറയാനും മൂകത തളം കെട്ടി നിൽക്കുന്ന ക്ലാസ് മുറികൾ കുരുന്നുകളുടെ കളിചിരികളാൽ മുഖരിതമാകാനും രാമന്തളി ദേശക്കാരുടെ ഒത്തൊരുമിച്ചുള്ള ഇടപെടൽ അടിയന്തരമായി ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഓർമ്മകൾ മാത്രം അവശേഷിക്കുന്ന മറ്റൊരു സർക്കാർ സ്കൂളായി രാമന്തളി LP സ്കൂളും മാറും. രാമന്തളി ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഉദിനൂർ ഗ്രാമത്തിലെ പ്രഭാതം സൈക്കിൾ ബെല്ലുകളാൽ മുഖരിതമാണ്. ജൂൺ 3 ബുധനാഴ്ച ലോക സൈക്കിൾ ദിനത്തിൽ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ വലിയ പാഠമാണ് സമൂഹത്തിന് നൽകുന്നത്. കാണാം ഉറുമീസ് തൃക്കരിപ്പൂർ തയ്യാറാക്കിയ സ്പെഷ്യൽ സ്റ്റോറി. ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതും മലിനീകരണമില്ലാത്തതുമായ സൈക്കിൾ യാത്രയാണ് ഉദിനൂർ സ്കൂളിലെ വിദ്യാർത്ഥികളെ വേറിട്ട് നിർത്തുന്നത്. സർക്കാർ വിദ്യാലയമായ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 950 പരം വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 250 പരം വിദ്യാർത്ഥികളുമാണ് വിവിധ ഗ്രാമങ്ങളിൽ നിന്നായി സൈക്കിളുകളിലെത്തുന്നത്. ഉദിനൂരിന്റെ സൈക്കിൾ പെരുമയ്ക്ക് ഏതാണ്ട് 3.5 പതിറ്റാണ്ട് പഴക്കമുണ്ട്. സൈക്കിളിൽ സ്കൂളുകളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണയും പ്രോത്സാഹനവും സ്കൂൾ അധികൃതർ നൽകുന്നുവെന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളാണ് സൈക്കിളിലെത്തുന്നവരിൽ എണ്ണത്തിൽ കൂടുതൽ. പഠനയ്ക്ക് പുറമെ തൃക്കരിപ്പൂർ, പിലിക്കോട്, വലിയപറമ്പ് തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളും ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് രാവിലെയും വൈകുന്നേരവും സൈക്കിളിലാണ് യാത്ര. സൈക്കിൾ വാങ്ങാൻ ബുദ്ധിമുട്ടുന്ന സ്കൂളിലെ കുട്ടികൾക്ക് സൈക്കിളുകൾ വാങ്ങി നൽകാനുള്ള സഹായവുമേകുന്നു എന്ന് മാത്രമല്ല, ഡിവിഷൻ തിരിച്ച് സൈക്കിളുകൾ നിർത്തിയിടാൻ സ്കൂൾ പരിസരത്ത് സൗകര്യമൊരുക്കുകയും ചെയ്യുന്നുണ്ട് അധികൃതർ. വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുകയും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുകയും യാത്രക്കായുള്ള സാമ്പത്തിക ഭാരം നിയന്ത്രിക്കുകയും ചെയ്യാമെന്നതും സൈക്കിളിൽ എത്തുന്നതിലൂടെ ഉണ്ടെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. ഹരിതശ്രേഷ്ഠ വിദ്യാലയമായ ഉദിനൂരിൻ്റെ മുഖമുദ്ര ഒന്നുകൂടെ ഉയർത്തിപ്പിടിക്കുന്നതാണ് സൈക്കിൾ പെരുമ എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ പ്രകൃതി മനോഹാരിത ഒന്നുകൂടെ ഉറപ്പിക്കാനാവും. ഇന്ധന വായു മലിനീകരണമൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് വരാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് സൈക്കിൾ ഉപയോഗിക്കുന്നത്. 1992 തുടങ്ങിയ സൈക്കിൾ പെരുമയുടെ പാരിസ്ഥിതിക ഗുണം കുട്ടികൾ ശാസ്ത്രീയമായി തന്നെ കഴിഞ്ഞ വർഷം വിശകലനം ചെയ്തിരുന്നു. സ്വകാര്യ KSRTC യാത്രാ ബസ്സുകൾ കുറഞ്ഞ ഉദിനൂർ മേഖലയിൽ സൈക്കിളിലെത്തുന്ന വിദ്യാർത്ഥികൾ മറ്റു വാഹനങ്ങളിലെത്തിയാൽ വരുന്ന ചിലവുകൾ അവർ കണക്കുകൂട്ടി സ്കൂളുകളിൽ അവതരിപ്പിച്ചു. ഒരു ഓട്ടോറിക്ഷയിൽ ശരാശരി 6 വിദ്യാർത്ഥികൾ സഞ്ചരിച്ചാൽ 158 ഓട്ടോറിക്ഷകൾ ഓടേണ്ടി വരും. ഓരോ വർഷം മാസം 5,68,000 രൂപ ചിലവ് വരും. ഈ തുക ലാഭിക്കുക എന്നതിന് പുറമെ മലിനീകരണ തോതിൽ വലിയ മാറ്റം വരുത്താനുമാകും. അത് പരിസ്ഥിതി സംരക്ഷണത്തിൽ പ്രധാന പങ്കാളിത്തമുണ്ടാക്കും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സൈക്കിളുകളിൽ എത്തുന്നുവെന്ന കണക്കും ഉദിനൂർ സ്കൂളിന് സ്വന്തമാണ്. യാത്രാ സൗകര്യങ്ങൾ പരിമിതമായിട്ടുള്ള ഈ നമ്മുടെ വിദ്യാലയത്തിൽ പലപ്പോഴും വാഹന സൗകര്യം ഏർപ്പെടുത്തുക എന്ന ഒരു നിർദ്ദേശം വരുന്ന സമയത്ത് അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും പലപ്പോഴും അതിനെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. കാരണം സൈക്കിളിൽ വരുന്ന കുട്ടികളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ സൈക്കിള് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സൈക്കിളിൽ വരുന്ന കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷമം എന്ന് പറയുന്നത് സൈക്കിൾ നന്നായി വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്കില്ല. അപ്പോൾ അത് അധികാരികളോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് അനുവദിച്ച് തരികയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് അത് നമുക്ക് നമ്മുടെ വിദ്യാലയത്തിൽ മാറും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി എരിപുരത്ത് KSTP റോഡിൽ സീബ്ര ലൈനുകളില്ലാത്തത് കാൽനടയാത്രക്കാർക്ക് ദുരിതമാകുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്നത് ജീവൻ പണയം വെച്ച്. പിലാത്തറ പാപ്പനിശ്ശേരി KSTP റോഡിൽ പഴയങ്ങാടി എരിപുരം ഭാഗങ്ങളിൽ സീബ്ര ലൈൻ വരയ്ക്കാത്തത് യാത്രക്കാർക്ക് ഏറെ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. എരിപുരം കവലിയിലാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ദുരിതം അനുഭവിക്കുന്നത്. മാടായി ബോയ്സ് സ്കൂൾ, ഗേൾസ് ഹയർ സെക്കൻഡറി, വാദിഹൂദ, മാടായി കോളേജ്, പഴയങ്ങാടി താലൂക്ക് ആശുപത്രി, KCB തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ എരിപുരത്തുണ്ട്.
ഇവിടങ്ങളിൽ എത്തേണ്ടവർ എത്തുന്ന പ്രധാന ജംഗ്ഷനും ബസ് സ്റ്റോപ്പും എരിപുരത്താണ്. ഇവിടെ സീബ്ര ലൈൻ ഇല്ലാത്തത് ഏറെ അപകട ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന് യാത്രക്കാർ പറയുന്നു. ഈ സീബ്ര ലൈൻ ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ റോഡ് മുറിച്ച് കിടക്കുന്നത് അതീവ വിഷമമായിട്ടാണ് കാണുന്നത്. ഹൈസ്കൂള്, ഇലക്ട്രിസിറ്റി ഓഫീസ്, രജിസ്റ്റർ ഓഫീസ്, ബാങ്ക്, പിന്നെ ആശുപത്രി മുതലായ സ്ഥാപനങ്ങളൊക്കെ ഇരുവരും പഴയങ്ങാടി നിൽക്കുന്നതാണ്. ഇവിടെ കാണുന്നില്ല. സമാന്തരമായിട്ട് ഒരു സീബ്ര ലൈനുണ്ട്. അത് ഇപ്പോൾ റീടാറിങ്ങോട്ട് കൂടി പോയിന് അവരത് ഉപേക്ഷിച്ച പോലെയുള്ളത്. അടിയന്തരമായി സീബ്ര ക്രോസിംഗ് വരയ്ക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അധികൃതരുടെ അനാസ്ഥയിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരം ഔഷധി ഇത്തവണ പരിസ്ഥിതി ദിന വിതരണത്തിനായി തയ്യാറാക്കിയത് 50,000-ഓളം ഔഷധച്ചെടികൾ. പരിയാരം ഔഷധി സബ് സെന്ററിലെ ഔഷധ സസ്യ നഴ്സറിയിലാണ് തൈകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ജില്ലയിലെ സ്കൂളുകളിലും കോളേജുകളിലും സന്നദ്ധ സംഘടനകൾക്കും പരിസ്ഥിതി ദിനാഘോഷത്തോടനുബന്ധിച്ച് വിതരണത്തിനായി 50,000-ഓളം ഔഷധ വൃക്ഷത്തൈകളാണ് പരിയാരം ഔഷധി സബ് സെന്ററിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അശോകം, കൂവളം, നീർമരുത്, ഞാവൽ, ആര്യവേപ്പ്, താന്നി, പുളി തുടങ്ങിയവയാണ് വിതരണത്തിനായി ഒരുക്കിയിരിക്കുന്നത്. നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്ന ചെടികൾ മനോഹരമായ കാഴ്ചയാണ്. കേരളത്തിൽ ഔഷധി നേരിട്ട് നടത്തുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏക ഔഷധ സസ്യ നഴ്സറിയാണ് പരിയാരത്തുള്ളത്. ഔഷധിയുടെ വടക്കൻ മേഖല ഔഷധ വിതരണ കേന്ദ്രവും ഔഷധ സസ്യ വിജ്ഞാന വ്യാപാര കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തവണ ഔഷധിയുടെ ബോർഡിന്റെ തീരുമാനം അനുസരിച്ചായിരിക്കും തൈകൾ വിതരണം ചെയ്യുക. മുൻകൂട്ടി അപേക്ഷ ക്ഷണിച്ചാണ് തൈകളുടെ വിതരണം. പൊതുജനങ്ങൾക്ക് 20 രൂപ നിരക്കിൽ തൈകൾ ലഭ്യമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. കാങ്കോൽ വിത്തുൽപാദന കേന്ദ്രത്തിൽ പണിയെടുക്കുമ്പോഴാണ് 3 തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റത്. കാങ്കോലിൽ 3 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള കാങ്കോൽ ഗവൺമെന്റ് വിത്തുൽപാദന കേന്ദ്രത്തിൽ മണ്ണു ജല സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി പ്രവൃത്തി നടത്തിവരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് കടന്നൽ കുത്തേറ്റത്. കാങ്കോൽ പാനോത്തെ PV പത്മാവതി, NV യശോദ, VV പത്മാവതി എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. രാവിലെ 40 ആൾ പണിക്ക് വന്നതാണ്, തൊഴിലുറപ്പ് പണിക്ക്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കഞ്ഞി കുടിച്ചിട്ട് പണിക്ക് കഴിഞ്ഞപാട് 3-5 ആളെ വലിയ കടന്നൽ ഒഴിച്ചു. എന്നപാട് അവരെയും കൂട്ടി മാത്തിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ നമ്മുടെ മേറ്റുമാർ പോയിട്ടുണ്ട്. വാർഡ് മെമ്പർ PV ചന്ദ്രൻ സ്ഥലത്തെത്തി ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. കടന്നൽ കുത്തേറ്റവർക്ക് മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാലവർഷം സജീവമാകുന്നതോടെ റോഡുകളിൽ അപകടവും പതിയിരിക്കുകയാണ്. വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്നവർ അതീവ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ അത് വലിയൊരു അപകടത്തിന് കാരണമായേക്കാം. മഴക്കാലം എത്തിക്കഴിഞ്ഞു. മഴ കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷേ ഈ മഴക്കാലത്ത് നമ്മുടെ റോഡുകൾ ഇപ്പോൾ അല്പം അപകടം പിടിച്ചതാണ്. മഴക്കാലത്ത് വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും നൽകുന്ന കർശന നിർദ്ദേശം. വഴുക്കലുള്ള റോഡുകളും കുറഞ്ഞ കാഴ്ചപരിധിയും ഡ്രൈവിംഗ് കൂടുതൽ ദുഷ്കരമാക്കുന്ന ഈ സാഹചര്യത്തിൽ വേഗതയല്ല സുരക്ഷിതത്വമാണ് പ്രധാനം. മഴയത്ത് റോഡിലെ ഘർഷണം കുറയുന്നതിനാൽ പെട്ടെന്ന് ബ്രേക്കിട്ടാൽ വാഹനം നിയന്ത്രണം വിട്ട് മറിയാൻ സാധ്യതയുണ്ട്. അമിത വേഗതയാണ് പലപ്പോഴും വലിയ അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. വളവുകളിലും തിരിവുകളിലും വേഗത പരമാവധി കുറയ്ക്കുകയും മുന്നിലുള്ള വാഹനവുമായി കൃത്യമായ അകലം പാലിക്കുകയും വേണം. കനത്ത മഴയുള്ളപ്പോൾ റോഡിലെ കുഴികളും വെള്ളക്കെട്ടുകളും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തത് അപകടത്തിന്റെ തീവ്രത കൂട്ടുന്നു. മഴക്കാലത്തെ റോഡപകടങ്ങളിൽ ഭൂരിഭാഗവും സംഭവിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കാണ്. ആദ്യം മഴ പെയ്യുമ്പോൾ റോഡിലെ ഓയിലും പൊടിയും വെള്ളവും കലർന്നുണ്ടാകുന്ന വഴുക്കൽ ചക്രങ്ങൾ തെന്നിമാറാൻ കാരണമാകും. ഈ മഴക്കാലത്ത് അതീവ ജാഗ്രതയോടെ വാഹനം ഓടിക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ശ്രീ മഹാശിവക്ഷേത്ര കമ്മിറ്റിയെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളും പോസ്റ്ററുകളും സത്യവിരുദ്ധമാണെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ. ഇത് തുടർന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അടുത്ത കാലത്തായി കാങ്കോൽ ശ്രീ മഹാശിവക്ഷേത്ര കമ്മിറ്റിയെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന വാർത്തകളിലും പോസ്റ്ററുകളിലും അടിസ്ഥാനമില്ലെന്നും ഇത് തുടർന്നാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ കമ്മിറ്റി നടത്തിയ പരസ്പര സഹായ നിധി പദ്ധതി പ്രകാരം
ക്ഷേത്രത്തിന് ലഭിക്കേണ്ട മുഴുവൻ തുകയും പലിശയുമടക്കം 7,05,303 രൂപ ക്ഷേത്ര ശ്രീകോവിൽ തിരുമുറ്റം കരിങ്കൽ പാകുന്നതിലേക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. സത്യം ഇതായിരിക്കെ ക്ഷേത്ര കമ്മിറ്റി സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന വ്യാജ പ്രചരണം നടത്തി ക്ഷേത്രത്തെയും കമ്മിറ്റി ഭാരവാഹികളെയും കുറിച്ച് ഭക്തജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് തൽപര കക്ഷികൾ ശ്രമിക്കുന്നതെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ സെക്രട്ടറി പി വി രാഘവൻ, പ്രസിഡന്റ് ടി പി ജനാർദ്ദനൻ, ടി കെ പത്മനാഭൻ, രവീന്ദ്രൻ മാസ്റ്റർ, മുരളി പി, കുഞ്ഞിരാമ പൊതുവാൾ, കെ വി തമ്പാൻ എന്നിവർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ തങ്കയം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ചക്ക വിഭവങ്ങൾ വിളമ്പി. വായനാ വെളിച്ചം വായനാ കളരി പദ്ധതിയുടെ ഭാഗമായാണ് മനസ്സിലും നാവിലും രുചി വൈവിധ്യം നിറച്ച ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പഴുത്ത ചക്കച്ചുളം മുതൽ ഐസ്ക്രീം വരെയുള്ള 15-ൽ പരം ഇനങ്ങളാണ് ചക്ക ഫെസ്റ്റിൽ ഒരുക്കിയത്. ചക്ക ഉപയോഗിച്ച് കൂട്ടുകറി, ചിപ്സ്, ജ്യൂസ്, ഉപ്പേരി, ചക്കപ്പഴംപൊരി, ചക്കക്കുരു കട്ട്ലറ്റ്, പച്ചച്ചക്കവട, ചക്ക ഉണ്ടുളുങ്ങ, ഷെയ്ക്ക്, ചക്കവട തുടങ്ങി വിവിധ തരത്തിലുള്ള ചക്ക വിഭവങ്ങൾ ഗ്രന്ഥാലയത്തിൽ വനിതാവേദി അംഗങ്ങളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി എത്തിക്കുകയായിരുന്നു. വായനാക്കളരിയുടെ സമാപനം ഗ്രന്ഥശാല സംഘം ഹോസ്ദുർഗ് താലൂക്ക് നിർവാഹക സമിതി അംഗം വി കെ രതീശൻ ഉദ്ഘാടനം ചെയ്തു. MAM ഗ്രന്ഥാലയം പ്രസിഡന്റ് വി പവിത്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എ സവിത, വായനാക്കളരി കോർഡിനേറ്റർ പി വി ശ്യാമള, MAM ക്ലബ്ബ് പ്രസിഡന്റ് കക്കുന്നം പത്മനാഭൻ പണിക്കർ, ഗ്രന്ഥാലയം ജോയിന്റ് സെക്രട്ടറി പി വി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ബാലവേദി അംഗങ്ങൾ സ്വന്തം സാഹിത്യരചനകൾ വേദിയിൽ അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ബാർ അസോസിയേഷൻ കാനായി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുമായി ചേർന്ന് കോടതി കോംപ്ലക്സിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ലക്ഷ്മിപ്രിയ TK ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബാർ അസോസിയേഷൻ കാനായി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുമായി ചേർന്ന് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ലക്ഷ്മിപ്രിയ TK ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ദിനൂപ് PK, അഡ്വക്കേറ്റ് K ജയരാജ്, അഡ്വക്കേറ്റ് നിഷിത M തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീബ പാപ്പച്ചൻ ക്യാമ്പിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കറിവേപ്പില നമ്മുടെ കറികളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. നിരവധി ഔഷധ ഗുണങ്ങളടങ്ങിയ സസ്യം കൂടിയാണ് കറിവേപ്പ്. കറിവേപ്പ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണ്. ഏതാണ്ട് എല്ലാ കറികളിലും നമുക്ക് കറിവേപ്പില വേണം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന കറിവേപ്പില വിഷം കലർന്നതായിരിക്കാം. ഉത്തരേന്ത്യൻ സ്വദേശിയായ കറിവേപ്പിൻ്റെ ശാസ്ത്രനാമം മുറയ കൊയ്നിജി എന്നാണ്. റൂട്ടേസി കുടുംബത്തിൽപ്പെട്ടതാണ് കറിവേപ്പ്. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും ആഹാരത്തിലുണ്ടാകുന്ന വിഷാംശം ഇല്ലാതാക്കുന്നതിനും കറിവേപ്പില സഹായിക്കുന്നുവെന്ന് കുണ്ടയംകൊവ്വൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജ്ന NV പറയുന്നു. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക്, ദഹനം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് കറിവേപ്പില വളരെ നല്ലതാണ്. അതെങ്ങനെ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെറും വയറ്റിൽ 1 ഗ്ലാസ് മോരിൽ അരച്ച കറിവേപ്പില, ഏകദേശം ഒരു പിടി കറിവേപ്പില അരച്ച് ഉരുട്ടിയെടുത്ത് 1 ഗ്ലാസ് മോരിൽ കലക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ദഹനത്തിനും മറ്റ് ഗ്യാസ് സംബന്ധമായ വയറ് പൊങ്ങി വരുന്നത് പോലെയുള്ള അസ്വസ്ഥതകൾ, വിശപ്പ് വരാത്ത അസ്വസ്ഥതകൾ, ഇതിനൊക്കെ നല്ല ഗുണം ചെയ്യും. വയറുകടി, ഗ്യാസ് ട്രബിൾ എന്നിവ കുറയ്ക്കാൻ കറിവേപ്പ് സഹായിക്കുന്നു. കറിവേപ്പില പ്രധാനമായും ചേർത്തുണ്ടാക്കുന്ന കൈഡര്യാദി കഷായം വയറുകടി, മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾക്ക് ഒരു ഔഷധമാണ്. ഓരോ വീടുകളിലും കറിവേപ്പ് വളർത്തി ആരോഗ്യം നിലനിർത്തേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കൊടക്കാട് ശ്രീ പണയക്കാട്ട് ഭഗവതി സ്ഥാനത്ത് 5 ദിവസങ്ങളിലായി നടന്നുവന്ന കലശ മഹോത്സവം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി കാളക്കാട്ടില്ലത്ത് നാരായണൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കലശാഭിഷേക കർമ്മങ്ങൾ നടന്നത്. 100 കണക്കിന് ഭക്തരുടെയും വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികരുടെയും ഭാരവാഹികളുടെയും സാന്നിധ്യത്തിലാണ് കലശാഭിഷേക കർമ്മങ്ങൾ നടന്നത്. തുടർന്ന് ഭജന അവതരിപ്പിച്ചു. ഉച്ചയ്ക്ക് പണയക്കാട്ട് ഭഗവതി സ്ഥാനത്തെത്തിയവർക്ക് അന്നദാനവും നടന്നു. വൈകുന്നേരം കരിവെള്ളൂർ രത്നകുമാറും സംഘവും ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചു.
രാത്രി പ്രദേശത്തെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ആചാരത്തികവ് കൊണ്ടും ചൈതന്യപൂർത്തി കൊണ്ടും സവിശേഷ സ്ഥാനം അലങ്കരിച്ചു വരുന്ന ഭഗവതി സ്ഥാനത്ത് അരനൂറ്റാണ്ടിനു ശേഷമാണ് സമ്പൂർണ്ണ കലശാഭിഷേക കർമ്മങ്ങൾ നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി.